ഹരേ കൃഷ്ണ. ഇതെൻ്റെ പൂജാമുറിയാണേ. ഇതെൻ്റെ കണ്ണനാണേ. കണ്ട, ഇതാണ് എൻ്റെ കണ്ണൻ. ഇതെല്ലാം എൻ്റെ കണ്ണന്മാരാണേ. അപ്പം ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പം ഈ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീകൾ പീരീഡ്സ് ആവുമല്ലോ. അപ്പോൾ പീരീഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് പൂജാമുറിയിലോട്ടൊന്നും പോകാൻ പറ്റില്ല, വിളക്ക് വയ്ക്കാനും പറ്റത്തില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം കണ്ണോട് പറഞ്ഞ, കണ്ണ ഞാൻ പീരീഡ്സ് ആണ്, എനിക്കങ്ങനെ നിൻ്റെ അടുത്തോട്ട് വരാൻ പറ്റില്ല, വിളക്ക് വയ്ക്കാൻ പറ്റത്തില്ല, നീ കുറുമ്പ് ഒന്നും കാണിക്കരുത് തൊട്ടാന്ന് പറയും. അങ്ങനെ പറയാനായിട്ടൊരു കാരണമുണ്ട്, കുറുമ്പ് കാണിക്കണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറകിലിരിക്കണ ഓടക്കുഴലില്ലേ, ഈ ഓടക്കുഴൽ എപ്പോഴും കാറ്റത്ത് മറിഞ്ഞു വീഴും. അപ്പോൾ ഞാൻ എപ്പോഴും ഓടിച്ചെന്ന് എടുത്ത് ചാരി വയ്ക്കും. അപ്പോൾ ഞാൻ, നീ എന്തിനാ എപ്പോഴും ഇത് തട്ടി 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 താഴെ ഇടണേന്ന് ഞാൻ എപ്പോഴും ചോദിക്കും അവനോട്. അപ്പോൾ ഞാൻ പീരീഡ്സ് ആണ്, നീ ഇത് മറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് വെക്കാൻ പറ്റില്ല, എനിക്ക് തൊടാൻ പറ്റില്ലല്ലോ, അപ്പോൾ നീ കുറുമ്പ് കാണിക്കരുത് തൊട്ടാന്ന് പറയും. അപ്പോൾ ഞാൻ ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് ഈ ഓടക്കുഴൽ മറിഞ്ഞ് വീഴാറേ ഇല്ല. എത്ര ശക്തമായ കാറ്റ് വീശിയാലും ഈ ഓടക്കുഴൽ മറിഞ്ഞ് വീഴില്ല. അങ്ങനെ ആ സമയമൊക്കെ കഴിഞ്ഞ് ഞാൻ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ തൊടാൻ പറ്റണ സമയമാകുമ്പോൾ വീണ്ടും ഈ കുസൃതി വീണ്ടും കാണിക്കും. ഈ ഓടക്കുഴൽ എപ്പോഴും മറിഞ്ഞ് വീണുകൊണ്ടിരിക്കും. ഇതിങ്ങനെ. അപ്പം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സർവ്വതും കൃഷ്ണനിൽ സമർപ്പിച്ചേക്കണാണ്. എനിക്ക് എൻ്റെ ആരാധ്യ ദൈവം തന്നെ എൻ്റെ കൃഷ്ണനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഭക്തിയോടുകൂടി എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഭഗവാനോട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് സാധിച്ചു തന്നില്ലെങ്കിലും നമ്മളായിട്ട് കുറേ കഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ഭഗവാൻ നമുക്കത് എന്തായാലും സാധിച്ചു തരും. അപ്പോൾ എൻ്റെ കണ്ണൻ്റെ കുസൃതി എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പോൾ അത് ഞാൻ അങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് എൻ്റെ കുഞ്ഞി കണ്ണനാണ് എൻ്റെ. കണ്ടോ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ.